സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളൊന്ന് നമ്മളെ വീക്കെൻഡാണ്. ജസ്റ്റ് ഒന്ന് ഫുള്ള് തുടച്ച് വണ്ടിക്കകത്ത് പൊടിയെല്ലാം കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്കകത്ത് സ്മെല്ല് വരും. കളറായതുകൊണ്ട് ഈ വണ്ടിക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം പുറത്ത് പണിയൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഈ ബീജൽ എവിടെയെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫുള്ള് ആ കളറ് ആ ചെറുക്കളറ് വയ്ക്കുന്നത്. അതായി പ്രശ്നം. ഇതെന്നാന്ന് വെച്ചാൽ എ സിക്കകത്തുനിന്ന് ഈ പൊടി ഇതിനകത്തോട്ട് കയറുക. വണ്ടി നമ്മൾ കറക്റ്റായിട്ട് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടി കയറി കഴിയുമ്പോൾ അവിടെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം ഇതൊരു ക്രേസി ബ്ലാക്ക് വണ്ടിയും കൂടെ ആഘോഷം മൊത്തം. പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കും. ഭയങ്കര വൃത്തികേടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടി അടിച്ച് നമുക്ക് പിന്നെ ഏത് വണ്ടിയാണെങ്കിലും നമ്മളിങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. നമുക്ക് പഴയ ആദ്യം നമ്മുടെ ഇതിലിരുന്ന റെനോൾട്ടായിരുന്നു കേട്ടോ, ഇപ്പോൾ റെഡ് കളർ റെനോൾട്ട്. അത് കിളിക്കുഞ്ഞ് വണ്ടിയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ വണ്ടി വന്നത്. അല്ല, ഈ വണ്ടിയല്ല, ഒരു മാൻ വന്നു. ആ മാൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു റെനോൾട്ട് തന്നെ 520 പോയി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ നമുക്ക് ഈ വണ്ടി അലോക്കേറ്റ് ചെയ്യുന്നത്. ഈ വണ്ടിയിലോട്ട്, അതായത് പുതിയ റഫയിലോട്ട് നമ്മൾ മാറി വരുന്നത്. ഇവിടുത്തെ ഐറ്റംസ് എല്ലാം നമ്മൾ ഇറക്കിയിട്ടോ. ഈ ബൈബിള്, ചില ദിവസങ്ങളിൽ നമ്മൾ ചില ആഴ്ചകളിലെ പണിയെടുത്തിട്ടുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലാസ്സൊക്കെ എടുത്ത് ചിലപ്പോൾ സൺഗ്ലാസ്സൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ തന്നെ പിന്നെ അത് തിരിഞ്ഞു നോക്കൂല. കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളിങ്ങനെ ഡിസോർഡറായിട്ട് കിടക്കും. നമ്മളിതൊക്കെ ഇങ്ങനെ എടുത്ത് മാറ്റെല്ലാം എടുത്ത് വെളിയിലിടും കേട്ടോ. കാരണം ഈ ദിവസങ്ങളിൽ, കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ നമുക്ക് അങ്ങനെ വലിയ പണികളൊന്നുമില്ല. ഇങ്ങനെ ബെഡ്റൂമിൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ക്ലീനിങ് പരിപാടി കഴിഞ്ഞിട്ടാ. ക്ലീനിങ് പരിപാടി കഴിഞ്ഞ് വണ്ടി സെറ്റാക്കി എടുത്തിട്ടാ. വേണ്ട, അത്യാവശ്യം നല്ല ക്ലീനാക്കി ഫുള്ള് ക്ലീൻ ചെയ്തിട്ടിട്ടാ. ഇത് നമ്മുടെ കോക്പിറ്റ് സെക്ഷൻ. ഇവിടെ ഒരു ചെറിയ മീറ്റർ ഇത് വരുന്നുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് മാപ്പൊക്കെ പെയർ ചെയ്യാൻ പറ്റും. ഇവിടെയാണ് ഇതിൻ്റെ AC കൺട്രോൾ യൂണിറ്റ്സുകൾ, അതുപോലെ തന്നെയുള്ള നമ്മുടെ വേണ്ട, അതായത് ഇതൊരു സ്ക്രീനാണ്. ആ സ്ക്രീനിൻ്റെ അത് വരുന്നുണ്ട്. പിന്നെ താഴെയാണെങ്കിൽ AC കൺട്രോളും സ്ലീപ്പിംഗ് AC, പാർക്കിംഗ് AC അതൊക്കെയാണ് താഴെ വരിക. നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ടേബിൾ വരുന്നുണ്ട്. ടേബിളുണ്ട്. നേരെ വന്ന് അതടച്ച്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കസ്റ്റമൈസ് ചാർജർ വാങ്ങിച്ചാട്ടോ. അതായത് മറ്റേ AC/DC കൺവേർട്ടറാണ്. നമുക്ക് ഫോണൊക്കെ എപ്പോഴും DC കുത്തി കഴിഞ്ഞാൽ സാധനം അടിച്ചു പോകും. അപ്പോൾ ഇവത്തെ കുത്തിയിട്ടുണ്ട്. ഹെഡ്സെറ്റ്, ബാക്കിയുള്ള സാധനങ്ങൾ. ഇത് സാധാരണ ഒരു സ്മെല്ല് വരാനായിട്ട് നമ്മൾ വണ്ടിക്കകത്ത് ഉപയോഗിക്കുന്നത് ലാവണ്ടർ എന്ന് പറഞ്ഞിട്ട്. ഇത് ഒരു ഇറ്റലി മെയ്ഡാണെന്ന് തോന്നുന്നു. ഇറ്റലിയിൽ നിന്നാണ് ഈ സാധനം കിട്ടിയത്. ഇത് പല സ്ഥലത്തും ഉണ്ട്. യൂറോപ്പിൽ എല്ലായിടത്തും തന്നെ ഈ സാധനം അവൈലബിൾ ആണ്. പല മെയ്ഡുകളും കിട്ടും കേട്ടോ. ഇതൊന്ന് കുലുക്കുക, എന്നിട്ട് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മെല്ല് നല്ല മണം വരും. പിന്നെ ഇത് നമുക്ക് സാധാരണ കൊമേഴ്ഷ്യൽ യൂസ്, അതായത് നമ്മുടെ കൈ കഴുകുക, പാത്രം കഴുകുക, അങ്ങനെയുള്ള സാധനത്തിന് വേണ്ടിയുള്ള വെള്ളം സ്റ്റോർ ചെയ്തേക്കുന്നതാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട, മേളത്തെ ബോക്സുകളാണ്. ഇത് നമ്മുടെ സ്നാക്സ് ബോക്സ്, മറ്റേ ഇതിൻ്റെ ബോക്സ്, പാത്രങ്ങളുടെ ബോക്സ്, ഇപ്പുറത്തെ ടൂൾ ബോക്സ്. പിന്നെ സൈഡിൽ വരുന്നുണ്ട് ഇങ്ങനെ ഒരു ഇത് വരുന്നുണ്ട് കർട്ടനിലായിട്ട്. നമ്മുടെ ഗണപതി, ബൈബിള്, പിന്നെ മറ്റേത് സ്പ്രേ ആണ്.
ഓക്കെ, പിന്നെ ഇവിടെ ഒരു സാധനം ഉണ്ട്. ഇത് നിങ്ങൾ അധികം മലയാളീസിന്റെ ഒന്നും വണ്ടിയെ കണ്ടിട്ടില്ലാത്തൊരു ഐറ്റം കേട്ടോ ഇത്. ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോഫി മേക്കറാണ് കേട്ടോ. ഇതാണ്ടോ, നേരെ ഇങ്ങനെ എടുക്കാം. ഇവിടെ കോഫി ഒഴിച്ചിട്ട് കോഫി മേക്കറാണ്. ഇതിന്റെ ഓപ്പറേഷൻ ഞാൻ ഒരു ദിവസം കാണിക്കാം, ഇതിന്റെ പൗഡറൊക്കെ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇതാണ്. ഇത് റൈസ് കുക്കറാട്ടോ. കണ്ടോ, നമുക്ക് ചോറുണ്ടാക്കാനുള്ള റൈസ് കുക്കർ. ഇത് നേരെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ബെഡ്റൂമാണ്. ഇതിപ്പം സിംഗിൾ ക്രൂ ഓടുന്ന വണ്ടിയാണ്. അപ്പോൾ ബെഡ്, നമ്മുടെ പുതപ്പ് സാധനങ്ങളൊക്കെ നമ്മൾ ഉറങ്ങാൻ നേരെ ഈ കട്ടൻ കണ്ട് ഇങ്ങനെ വലിച്ചിടും. വേണ്ട, ഇങ്ങനെ വലിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ട, പ്രൈവറ്റ് സെക്ടറായി, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. തുറന്നില്ല. പിന്നെ മേളിലും ഉണ്ട് കേട്ടോ. മേളിലത്തെ സാധനം നമ്മൾ എന്നാ ചെയ്ത് വെച്ചേക്കുന്നത് വെച്ചാൽ അത് നമ്മുടെ ബാഗ് വെച്ചേക്കുന്നതാണ്. അത് ലാപ്ടോപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ, ട്രാവൽ ബാഗ്, അതിൻ്റെ ആക്സറീസ്. പിന്നെ ഇവിടെ ഒരു സൺറൂഫ് ഉണ്ട്, ഭയങ്കര നല്ല സൂര്യപ്രകാശം. പിന്നെ അങ്ങനൊന്നുമില്ല. കണ്ടോ, ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ സാധനം നല്ല സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിന് അടിവശത്താട്ടോ, ഇതിന് അടിവശത്ത് ഒരു ടൂൾ ഏരിയ ഉണ്ട്. അതായത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെയൊക്കെ സാധനങ്ങളാട്ടോ. ഗ്യാസ് കുറ്റി, അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ്, മറ്റേ ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ സ്റ്റോർ ചെയ്യും. ഇത് നമ്മുടെ പലചരക്ക് പലവ്യഞ്ജന സാധനങ്ങളെല്ലാം ആണ് ഇതിനകത്ത് വരിക. ഇത് വന്നിട്ട് ഫ്രീസറാണ്. കണ്ടോ, ഫ്രീസറാണ്. ഇത് വേറെ വരും കേട്ടോ. ഇത് രണ്ടും ഇങ്ങനെ തുറക്കാൻ പറ്റുന്നതാണ്. ഇതിങ്ങനെ തുറക്കാൻ പറ്റും, വേണ്ട, അടയ്ക്കാനും പറ്റും. ഇത് നേരെ ഇങ്ങനെ തുറക്കാൻ പറ്റും, അടയ്ക്കാൻ പറ്റും. പിന്നെ ഇതെന്ന് വെച്ചാൽ ടൂൾ ബോക്സ് ആട്ടോ. ടൂൾസ് സാധനങ്ങളൊക്കെ വെക്കുന്ന ബോക്സ് ആണത്. നേരെ താഴ്ത്തി കഴിഞ്ഞാൽ വേണ്ട, ഇങ്ങനെ വെച്ചിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റും. നേരെ വന്നിട്ടുണ്ടോ, ഇത് ഇവിടെ ലോക്കാവും. ഇപ്പൊ ഈ റണ്ണിങ് നമുക്കൊരു ജ്യൂസ് എടുത്ത് കുടിക്കണമെങ്കിലൊക്കെ ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇതും അങ്ങനെ തന്നെ കേട്ടോ, തുറന്നെടുക്കാൻ പറ്റും. നമ്മൾ വണ്ടിക്കകത്ത്, അതായത് വണ്ടി ഓടിക്കുമ്പോഴും അല്ലാതെ ആയിട്ട് വലുതായിട്ടുള്ള ചെരുപ്പ് ഉപയോഗിക്കും, അവിടെ മാത്രമേ ഉപയോഗിക്കുള്ളൂ, ഇങ്ങോട്ടങ്ങനെ എടുക്കില്ല. ഇതാണ് ക്യാബിന്റെ ആവശ്യം. ഇത് ഞാൻ ചുമ്മാ ഒരു ഡസ്റ്റിന് വാങ്ങിച്ചിട്ടാട്ടോ. ഇത് ഡഫാണ് കേട്ടോ, ഡഫിന്റെ വണ്ടിയാണ്. ഇത്രയൊക്കെ ഉള്ളൂ ഇതിനകത്ത് നോക്കാനായിട്ട്. ക്ലീനാക്കി വെച്ചിട്ടുണ്ട്.